അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഭരണരംഗത്തുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതികളൊക്കെ പറയുന്ന നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിധികൾ അതിനനുസരിച്ചാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് തയ്യാറാണ്. ഇന്ന് തന്നെ പോകും. കാരണം നാളെ ബ്ലോക്കൊക്കെ വന്നിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ അത് പുതിയ പ്രസിഡന്റ് സൃഷ്ടിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എന്തായാലും നാളെ 11 മണിക്ക് മുമ്പ് അവിടെ നാളെ 10 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് കോടതി പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വളരെ മുമ്പ് തന്നെ അവിടെ എത്തും. പങ്കെടുത്താൽ അയോഗ്യതയുള്ള കാര്യങ്ങളിൽ എത്തൂലല്ലോ. പങ്കെടുക്കും. മാത്രമല്ല അങ്ങനെ അയോഗ്യത വരാൻ പോകുന്നില്ല. അയോഗ്യതയൊന്നും ആർക്കും വരാൻ 101 കൗൺസിലർമാരിൽ ആർക്കും തന്നെ ഈ 5 വർഷം ഒരു അയോഗ്യതയും വരാൻ പോകുന്നില്ല. എന്തായാലും ഈ 5 വർഷവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആരും തന്നെ അയോഗ്യരാവാൻ പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയമം ഇപ്പോൾ ഇവിടെ മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ഇവിടെ മുനിസിപ്പൽ ആക്ടിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ 101 പേര്, ഞാൻ പറയുന്നത് 101 പേരിൽ ആരും തന്നെ അയോഗ്യരാകാൻ പോകുന്നില്ല. അല്ല, അതൊക്കെ കോടതിയിൽ കൃത്യമായിട്ട് അക്കാര്യങ്ങൾ അവരുടെ അഭിഭാഷകർ വാദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വിധികളൊക്കെ വരുന്നത്. ഇത്തരത്തിൽ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട കോടതികളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായുള്ള വിധികളൊക്കെ വരുന്നത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. വേറെ ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ അത് രണ്ടാമതായിക്കോളൂ. അതൊരു ഇതായിട്ട് മാറും. ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കലും ആദ്യം നടക്കണ്ടേ? എന്ത് രാഷ്ട്രീയത്തിലോ? ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമ പ്രവർത്തനോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്നെ സാധ്യതകൾ പലതും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കോടതികളുടെ വിധികളെ ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ആരും ആക്രമിച്ചില്ല. അല്ലല്ല, അങ്ങനെയൊന്നും ആക്രമിക്കൽ എന്നുള്ള വാക്കൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ആക്രമിക്കൽ എന്നുള്ള വാക്ക്, ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആശങ്കയില്ല. ഞങ്ങൾക്ക് സമരങ്ങളോട് വിയോജിപ്പില്ല. ഇതൊക്കെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെ മറ്റൊരു സാഹചര്യം കൊണ്ട് തരണം ചെയ്യും. ഭരണസമിതി 101 കൗൺസിലർമാരെ സംരക്ഷിക്കും. ഏതെങ്കിലും ഒരു കൗൺസിലർ പറയട്ടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇവിടെ തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാർ ഇവിടെ കോർപ്പറേഷനിലുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ചോദിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു കൗൺസിലർ ഭരണപരമായ കാര്യങ്ങൾക്ക്, ഏതെങ്കിലും ഒരു കൗൺസിലർ ഭരണപരമായ കാര്യം, 2 സ്വതന്ത്രന്മാരുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഭരണപരമായ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഒരാളിന് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലിൽ നിങ്ങൾ മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ ആരെങ്കിലും പറയട്ടെ. ഞങ്ങളെല്ലാവരെയും ഭരണസമിതി ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചാണ്, ജീവനക്കാർ എല്ലാവരും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്.